ഹലോ, നമുക്കിന്നൊരു യാത്ര പോയാലോ? ഒരുപാട് ദൂരേക്കൊന്നുമല്ല കേട്ടോ, ഒരു വൺ ഡേ ട്രിപ്പ്. അതിരപ്പള്ളിയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതിന് മുമ്പായിട്ട് തുമ്പൂർമുഴി പോകണം, പിന്നെ വാഴച്ചാൽ പോകണം. അവിടുന്ന് കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ട് അവസാനം അതിരപ്പള്ളി. അതാണ് ഞങ്ങളുടെ ഐറ്റിനറി. ആദ്യം തുമ്പൂർമുഴി പോയിട്ട് ഈ ഒരു മനോഹരമായ ദൃശ്യം കണ്ടു. അവിടെ തൂക്കുപാലമുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ പലരും. ആ തൂക്കുപാലത്തുമ്മ കൂടെയൊക്കെ കയറി. എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തലയൊക്കെ ചുറ്റി. പക്ഷേ ഇവരൊക്കെ വളരെ കൂളായിട്ട് നടക്കുന്നത് കണ്ട് എനിക്ക് അസൂയ വന്നു. അവിടെ വെച്ചിട്ട് ഞങ്ങളൊരു ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് തുമ്പൂർമുഴിയെ ഞങ്ങൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്തു. നേരെ പോയത് വാഴച്ചാലിലേക്കാണ്. ഇവിടേക്ക് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്നും ഇറക്കില്ല, എല്ലായിടത്തും ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അപകടം കുറയ്ക്കാനാണ്. അപ്പോൾ ആ സൈഡിൽ കൂടെ ഇങ്ങനെ കുറേ നടന്ന് അതങ്ങ് തൃപ്തിയായി. ഇതിൽ ഏറ്റവും രസമായത് വാഴച്ചാലിൽ നിന്ന് മടങ്ങുമ്പോൾ ഞങ്ങൾ ചാർപ്പ വെള്ളച്ചാട്ടം കണ്ടതാണ്. അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. മഴ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ മനോഹരമായ വീഡിയോകളും ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടനാണ്, ബാലുചേട്ടൻ. ആളാണ് ഈ വീഡിയോൻ്റെ ഒക്കെ ഉപജ്ഞാതാവ്. പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് മെയിൻ ഡെസ്റ്റിനേഷൻ അതിരപ്പള്ളി. അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറിയപ്പോൾ ഞങ്ങൾ കോട്ട് സൂട്ടൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ എടുത്തിട്ടു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഈ കുത്തനെയുള്ള ഭാഗത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ മോന്തയുടെ ഷേപ്പ് മാറും. ഇതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗം. വെള്ളം കുറവാണ്. എനിക്ക് തോന്നുന്നു മഴക്കുറവ് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു പരന്നൊഴുകലിനെയൊക്കെ. ശക്തിയായിട്ട് ഒഴുകുന്ന കാഴ്ചയൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ താഴ്ഭാഗത്ത് ഞങ്ങൾ ഈ കാഴ്ചയിലും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ അവിടെ ചുക്ക് കാപ്പി കിട്ടുമായിരുന്നു, അതൊന്ന് കുടിച്ചു. നല്ല സുഖം അപ്പോൾ ഈ തണുപ്പത്ത് അത് കുടിക്കുമ്പോൾ. പിന്നെ മുകളിലേക്ക് വന്നു. ആ കാഴ്ച എന്നത്തെയും പോലെ മനോഹരമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ നേരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കാലൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇരിക്കണമെന്ന്. അത് മുകളിലെത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ നടന്നത്. ഞങ്ങളെല്ലാവരും തന്നെ ഈ ഡാൻസേഴ്സ് ആയതുകൊണ്ട് ഈ റീലിൻ്റെ ഒരു അസുഖമുണ്ട് ചെറുതായിട്ട്. സോ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗത്താണ് ഞങ്ങൾ നടത്തിയത്. പിന്നെ ഞങ്ങളുടെ മടക്ക യാത്രയായിരുന്നു. ഓരോ യാത്രകളും ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുമല്ലേ. അങ്ങനെ കുന്നോളം ഓർമ്മകളുമായിട്ടാണ് ഞങ്ങളുടെയും തിരിച്ചുപോക്ക്.